ഹലോ ഹായ് ദിസ് ഇസ് നിഷാത്തായ്. ഞാൻ 2 ദിവസം മുന്നേ ആണെങ്കിൽ സഞ്ജു ടെക്കി റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സഞ്ജു ബ്രോ ആണെങ്കിൽ തൻ്റെ കാറിനകത്ത് ഒരു പൂൾ ആക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയ്ക്കകത്ത് വിജയ് മച്ചാനെ പറ്റിയിട്ട് പരാമർശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതായിരുന്നു നമ്മൾ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതും ഈ ഒരു വീഡിയോയുടെ കണ്ടന്റും അതേ വ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണുള്ളത്. പക്ഷേ ടോപ്പിക്ക് വിജയ് മച്ചാനല്ല എന്നുള്ളത് മാത്രമാണ്. കാരണം സഞ്ജു ടെക്കിക്കാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മുട്ടം പണി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. സഞ്ജു ടെക്കിയുടെ ഈ ഒരു റിലേറ്റഡ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകൾക്കും തോന്നാം ഞാൻ എന്തോന്നു ഇത് സഞ്ജു ടെക്കിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണോ എന്ന് പല ആളുകൾക്കും തോന്നാം. എനിക്ക് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, പറയാറുള്ളൂ. ഓക്കെ. പിന്നെ ഇപ്പോൾ ഒരു മെജോറിറ്റി ആളുകളും തെറ്റി എന്ന് പറയുന്ന ഒരു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യത്തെ എനിക്കത് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് ശരിയെന്ന് തന്നെ പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും കാര്യം മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അത് തെറ്റെന്ന് പറയുന്ന ആളുകളല്ലേ, അവർക്കിടയിൽ നമ്മളിത് വന്ന് പറയാം, നമ്മളുടെ ശരിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്കിടയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാം. എനിക്കതിൽ യാതൊരു പ്രശ്നമുള്ളൊരു വ്യക്തിയല്ല. ഓക്കെ. അപ്പോൾ സഞ്ജു ടെക്കി ആണെങ്കിൽ ആ ഒരു കാറിൽ പൂളാക്കുന്ന ആ ഒരു വീഡിയോ ഇട്ടിരുന്ന സമയത്തേക്കിന് അത് വീഡിയോ ഇറങ്ങിയതിന് ശേഷം MVD ആയിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളായി. പിന്നെ കുറേ ആളുകളാണെങ്കിൽ മെജോറിറ്റി ആൾക്കാരും പറയുന്നൊരു സംഭവം കാശിൻ്റെ ഹുങ്ക് കാണിച്ചു, കാശിൻ്റെ അഹങ്കാരം കാണിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ സഞ്ജു ടെക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കാശുള്ളവൻ അതിൻ്റെ ഹുങ്ക് കാണിച്ചായിരിക്കും വീഡിയോ ചെയ്യുക, കാശില്ലാത്തവൻ അതില്ലാത്തവനെ പോലെ ആയിരിക്കും വീഡിയോ ചെയ്യുക. സഞ്ജു ടെക്കി തനിക്ക് കാശുണ്ട്, ഉള്ള പൈസയ്ക്ക് വീഡിയോ ചെയ്തു, സോ വാട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെല്ലാം മറുപടിയായിട്ട് ഇപ്പം റീസെൻ്റ്ലി ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത്. എന്തായാലും അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അപ്പം എനിക്ക് നിന്നോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ. ഈ കാശെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എനിക്ക് വെറുതെ വഴിന്ന് കിടന്ന് കിട്ടിയ മരം കുലുക്കിയപ്പോൾ വീണതൊന്നും അല്ല. ഇത് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് തന്നെയാണ്. അത് യൂട്യൂബിൽ നിന്ന്, എനിക്ക് വേറെ ജോബൊന്നുമില്ല, യൂട്യൂബ് തന്നെ എൻ്റെ പ്രൊഫഷനായി എടുത്ത് ഞാൻ ഈ 4 വർഷം കൊണ്ട് വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ് ഈ കാറും എൻ്റെ വീടും എല്ലാം. ഓക്കെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കാശിൻ്റെ കഴപ്പാണെന്ന് പറയട്ടെ. ഞാൻ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതിൻ്റെ കഴപ്പും കാര്യങ്ങളൊന്നും അല്ല ഞാൻ കാണിക്കുന്നത്. ഇത് എൻ്റർടൈനിങ് കണ്ടന്റ് ആണ് ഞാൻ ചൂസ് ചെയ്യണം. ആസ് എ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എനിക്ക് കുറേ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാകും, ഞാനത് ചെയ്യും. കാരണം അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ കാശ് ഞാൻ എങ്ങനെ യൂസ് ചെയ്യും, എൻ്റെ വണ്ടി ഞാൻ എങ്ങനെ യൂസ് ഞാനാണ് തീരുമാനിക്കുന്നത്. അത്രേ ഉള്ളൂ പറയാനുള്ള മറുപടി. ഈ നെഗറ്റീവ് കമന്റ് ഇട്ടവന്മാരെ എല്ലാം അണ്ണാക്കിലടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ട ആളുകളെടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു 100 രൂപ, അത് നിങ്ങൾ AC പണിയെടുക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ വെയിലത്തിറങ്ങി വിയർപ്പൊഴുക്കി കണ്ടെത്തി പണിയെടുക്കുന്നവരായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന ഒരു 100 രൂപ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മൂന്നാമതൊരാൾ വെളിയിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും ഫീല്? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആ ഒരു 100 രൂപയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് മൂന്നാമതൊരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക്? അതേ ഫ്രസ്ട്രേഷൻ തന്നെയാണ് സഞ്ജു ടെക്കിക്കും തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് പൈസ വരുന്നു എന്ന് കേൾക്കുമ്പോൾ എന്തോന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര വലിയ പുച്ഛം? വെറുതെ നമ്മൾ യൂട്യൂബ് തുറന്ന് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ പൈസ ഇങ്ങനെ ഒഴുകി വരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ലടേ. നാളത്തെ ദിവസം ഏത് വീഡിയോ ഇടണമെന്ന് തലേ ദിവസം ഇരുന്ന് ആലോചിച്ച് ഓഡിയൻസിൻ്റെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കി പിറ്റേ ദിവസം അത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്ത് അത് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ആ ഒരു വീഡിയോ എത്തിക്കുന്നത് അത്യാവശ്യം നല്ലൊരു മെനക്കേടാണ്. ആൻഡ് ഇതിനിയും ഇന്നോ നാളെയോ സക്സസ് ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഓരോ ആളുകളും വീഡിയോ ഇടുന്നത്. ഓക്കെ. അപ്പം അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ എന്താ പറയുക, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ ഇല്ല. അപ്പം നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസ തന്നെയാണ്. അത് സഞ്ജു ടെക്കിക്ക് എന്നല്ല, ഏതൊരാൾക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന പൈസ ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കുക. അത് വെളിയിൽ നിന്ന് ഒരാൾ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ സഞ്ജു ടെക്കി പറയുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. ആ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വരാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. എല്ലാവരുടെ എൻ്റർടൈൻമെൻറ്റ് ഒരേ രീതിയിലായിരിക്കത്തില്ല. എല്ലാ സിനിമകളും നിങ്ങൾ കാണാൻ പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് കപ്പ് ഓഫ് മൈ ടീ എന്നൊക്കെ പല ആളുകളും പറയാറില്ലേ. അത് ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു വരാം. ബാക്കിയും കൊണ്ട് എന്തായാലും കേൾക്കാം. നിങ്ങൾ ഈ വണ്ടി നശിപ്പിക്കണം, അത് നശിപ്പിക്കണം, ഇത് നശിപ്പിക്കണം എന്നൊക്കെ പറയണ്ടല്ലോ. ഇന്റർനാഷണൽ ബ്ലോഗേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഓഹോ. ഇപ്പൊ മിസ്റ്റർ ബീസ്റ്റൊക്കെ അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടിയൊക്കെ നശിപ്പിക്കണം, അവന്മാര് വണ്ടി തല്ലിപ്പൊട്ടിക്കണം, അതിന്റെ മുഖത്ത് കല്ലിടണ്, വണ്ടി കത്തിക്കണ്. നമ്മളങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്താ. നമ്മൾ വണ്ടിയുടെ അകത്തൊരു പൂളുണ്ടാക്കി വെച്ചു ഒരു സംഭവം, ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്താണ്. ഈ ഒരു കാര്യം തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എന്റർടൈൻമെന്റ് എന്താണെന്നുള്ളത് പറഞ്ഞു വരുന്നത്. ഇത് നിങ്ങളിൽ എത്ര പേർക്ക് മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന യൂട്യൂബറിനെ അറിയാവുന്നുള്ളത് എനിക്കറിയത്തില്ല. പല ആളുകൾക്കും അറിയുന്നുണ്ടാവാം. എന്നാലും അറിയാത്ത ആളുകൾക്കായിട്ട് ഞാനൊരു ചുരുക്കം പറഞ്ഞുതരാം. ഇപ്പം ലോകത്തിലെ തന്നെ ടോപ്പ് 5 യൂട്യൂബേഴ്സിൽ എവിടെയെങ്കിലും 1-മതോ 2-മതോ 3-മതോ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്നത്. അതായത് യൂട്യൂബിൻ്റെ കിങ് ആണ്. ഓക്കെ. ഇപ്പോൾ കറൻ്റ് ഉള്ള യൂട്യൂബ് കിങ് ആണ് മിസ്റ്റർ ബീസ്റ്റിൻ്റെ വീഡിയോസും ഇതെല്ലാം എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ്. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ മിസ്റ്റർ ബീസ് കാണിക്കുന്ന കുറേ പരിപാടികളെന്ന് വെച്ചാൽ ലംബോർഗിനി കാറ് ബോംബ് വെച്ച് പൊട്ടിത്തെറിപ്പിക്കും.
പൈസകളല്ലേ ആണെങ്കിൽ ഡോളർ കണക്കിന് പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അത് കൂട്ടിയിട്ട് കത്തിക്കും. ഇത്തരം എൻ്റർടൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മിസ്റ്റർ ബീസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം എൻ്റർടൈൻമെൻറ്റ്. നമ്മുടെ കേരളത്തിലൊന്ന് മിസ്റ്റർ ബീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയും കാശിൻ്റെ കഴപ്പെന്ന്. എടീ ഇത് നമ്മുടെ എന്താ പറയുക, ഈ വ്യൂവേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ പ്രശ്നമാണ്. കാര്യം നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലുള്ള പോലെ തന്നെ ഈ വ്യൂവേഴ്സിലും ഈ പല ആളുകളും കിണറ്റി കിടക്കുന്ന തവളെ പോലെ തന്നെയാണ്. കാരണം അവർ കാണുന്നത് മാത്രമാണ് എൻ്റർടൈൻമെൻറ്റ്, അവർ കാണുന്നത് മാത്രമാണ് കണ്ടൻറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഇതെല്ലാം. സഞ്ജു ടെക്കി ഇപ്പം ചെയ്തേക്കുന്ന ഈ ഒരു കാറിനകത്ത് ഒരു പൂളാക്കിക്കൊണ്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ, പിന്നീട് കാറിന് അതൊന്ന് ഫെയിലിയർ ആയി പോയപ്പോൾ കാറിന് ഡാമേജ് കാര്യങ്ങളൊക്കെ പറ്റി. എടീ ആ ഒരു ഫെയിലിയർ വന്നെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്തോന്നടേ ഇത് കാണിക്കുന്നത്. ഈവൻ ആ ഒരു കണ്ടന്റ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ കയറിയിട്ട് എല്ലാവർക്കും കുരു കൂട്ടുന്നത്. നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരാളെടുത്ത് സഞ്ജു ടെക്കി ഈ ഒരു മൈൻഡാണ്. പിന്നെ അയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അത് നിങ്ങൾ ആ ഒരു മൈൻഡിൽ എടുക്കുകയുള്ളൂ. ഓക്കെ, ഇറ്റ്സ് എ കണ്ടന്റ്, നല്ലൊരു കണ്ടന്റ് തന്നെയാണ് അത്. നിങ്ങൾക്കിപ്പോഴും നിങ്ങൾക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. കാര്യം നിങ്ങൾക്ക് അത്രത്തോളം അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാശ് കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല, ഇല്ലേ? നിങ്ങൾക്ക് അതേപോലെ ഒരു കാറ് വാങ്ങാൻ പോയിട്ട് ആ ഒരു കാറ് ടാക്സി വാങ്ങാനുള്ള കാശ് പോലും ഇല്ലാത്ത ആളുകളായിരിക്കും വന്ന് ഈ വർത്താനം പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ളൊരു അസൂയ. അപ്പം നിങ്ങൾക്ക് പറയാൻ എത്രമാത്രമേ ഉള്ളൂ, അവൻ കാശിൻ്റെ കഴപ്പ് കാണിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനപ്പെടാം. കാരണം നമ്മളിങ്ങനെ ഒരു കാറിൻ്റെ അകത്തൊരു പൂൾ വെച്ചിട്ട് പോണ കുറെ വീഡിയോസൊക്കെ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പക്ഷെ പൊട്ടിപ്പോയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് നമ്മളിത് ഓൾട്ടർ ചെയ്ത് നമ്മുടെ രീതിക്ക് ചെയ്ത്. പക്ഷേ നമുക്കിവിടെ പറ്റിയൊരു ഇതെന്ന് പറഞ്ഞാൽ അത് ആ ടാങ്ക് കിട്ടിയ സാധനം ഉണ്ടല്ലോ, അത് പൊട്ടി വണ്ടിക്കകത്ത് വെള്ളം കവിഞ്ഞ്. അപ്പം വണ്ടിക്ക് ഈവൻ ഒരു ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുറന്നു വിട്ടതും കാര്യങ്ങളൊക്കെ, മനസ്സിലായി? അല്ലാണ്ട് വണ്ടി നശിപ്പിക്കാനാണെങ്കിൽ വണ്ടി നേരെ എടുത്ത് വല്ല കുപ്പയിട്ടാൽ പോരെ, അല്ലെങ്കിൽ എനിക്ക് പെട്രോൾ എടുത്ത് കത്തിച്ചാൽ പോരെ, അല്ലെങ്കിൽ വെള്ളത്തിലോട്ട് ഓടിച്ച് ഇറക്കിയാൽ പോരെ. ഈ വെള്ളത്തിലോട്ട് കുത്തി ഇറക്കിയാൽ പോയെന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എംഫോടെക്കിനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അറിയത്തില്ല. കാര്യം എംഫോടെക്ക് ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാറാണെങ്കിൽ ഒരു ആൾട്ടോ കാറാണെങ്കിൽ ചുമന്ന ഒരു ആൾട്ടോ കാർ വെള്ളത്തിലേക്ക് ഇടിച്ചിറപ്പിക്കുന്ന കുറേ എക്സ്പീരിയൻറ്റ് കാര്യങ്ങളൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ടെക്കിക്ക് നേരെ MVDയുടെ ഭാഗത്ത് നിന്നൊരു കോൾ വന്നു. ഓക്കെ, ഇങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടൊരു കോൾ വന്നിട്ട് അവസാനം സഞ്ജു ടെക്കി പെട്ട് നിൽക്കുകയാണ്. ആ ഒരു കാര്യങ്ങളോട് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഹലോ നമസ്കാരം. സാറേ, പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടാവുക? ഇപ്പൊ പ്രശ്നം എന്താണ് ഏതാണുള്ളതെന്നുള്ളതൊക്കെ നിങ്ങൾക്കല്ലേ ഇതിന്റെ ശരിക്കും ഇത് എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ പുറത്തൊക്കെ ചെയ്യണതാണ്. ഇത് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യണം. അപ്പൊ കുറെ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട്. അതെവിടെ ഞാൻ കേരളത്തിൽ പക്ഷെ ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതായത് ചോദിച്ചു സജീവ തൽക്കാലം ഇപ്പൊ ഇത് ഇന്നലെ ഓൾറെഡി ഔദ്യോഗികമായിട്ട് TC ഓഫീസിൽ നിന്ന് ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം. അപ്പൊ ഔദ്യോഗികമായിട്ട് RTO ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO തിങ്കളാഴ്ച, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ രാവിലെ വിളിച്ചിട്ടാണ്. സജീവനെ വിളിച്ചിട്ട് ഫോണിൽ അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ എന്നെ വീട്ടിൽ വരെ ഒഴിവാക്കായിരുന്നു. അത് കുഴപ്പമില്ല, പണിയുടെ ഭാഗമാണ് നമ്മുടെ. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. നമ്മുടെ MVD ഒക്കെ ഇത്രത്തോളം പുരോഗമിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷമുണ്ടേ. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതും നേരെ വന്ന് വിളിച്ച് കാര്യം പറയാണ്. പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തണം, കാര്യങ്ങളൊക്കെ വിളിച്ച് നേരെ പറയാണ്. എന്നാ ഒരു ശുഷ്കാന്തി അല്ലേ? നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇവരെല്ലാം സഞ്ജു ടെക്കിയെ പോലുള്ള ആളുകൾ തെറ്റിലേക്ക് നയിക്കുന്ന ആളുകളാണ്. അവരിൽ നിന്നും പെട്ടെന്ന് അടിപൊളി MVD അടിപൊളി, എനിക്ക് അത്രേ പറയുള്ളൂ. പക്ഷേ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെലൻ ചേച്ചിയുടെ ഒരു മോർഫിംഗ് കേസ് 4 വർഷമായിട്ട് സ്റ്റേഷനിൽ കിടക്കുകയാണ്. അതിൻ്റെ ഒരു നീക്കുപോക്കങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അന്നേരം അത്തരം കേസുകളൊന്നും ഇവരുടെ ശ്രദ്ധ കാര്യങ്ങളൊന്നും പോയിട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു യൂട്യൂബറിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കേസുകളിൽ ഇവർക്ക് ഭയങ്കര ശുഷ്കാന്തി, ഇവർ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. ഇതിനു മുമ്പ് ഒരു യൂട്യൂബർ എന്തൊരു ഫുഡ് ബ്ലോഗറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ കൂടുതലും ഈ മദ്യപാനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് പിടിച്ച് ജയിലിലിട്ടടി. നല്ല സൂപ്പറായിട്ട്. എടി ഇത് യൂട്യൂബേഴ്സിന്റെ അടുത്തുള്ള ഒരു പ്രശ്നമാണോ ഇവർക്ക് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും ബാക്കിയും കൂടെ കാണാം. പിന്നെ തിങ്കളാഴ്ച അവിടെ വന്ന് ഹാജരായിട്ട് സജീവ് എന്ത് സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും പറയാം. ഈ ജോബ് കാർഡ് വണ്ടി വർക്ക്ഷോപ്പിലാണെങ്കിൽ ജോബ് കാർഡിന്റെ കോപ്പി കൊണ്ടുവരിക. ഇനിയിപ്പോ വർക്ക്ഷോപ്പിലാണെങ്കിൽ ജോബ് കാർഡിന്റെ കോപ്പി എടുക്കുക, പിന്നെ വർക്ക്ഷോപ്പുകാരുടെ. എന്നിട്ട് തിങ്കളാഴ്ച വരുമ്പോഴേക്ക് വണ്ടി മറ്റേ ഓടിച്ച പയ്യൻ സൂര്യനാരായണൻ അവൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ലൈസൻസുമായിട്ട് അവരുമായിട്ട് നേരെ ഹാജരാകുക. നമുക്ക് അവിടെ വന്നതിന് ശേഷം RTO ചോദിക്കാം എന്താന്നുള്ളത്. വരട്ടെ, കമന്റ് ചെയ്യാൻ. പുള്ളിക്കാരന് അവിടെ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നടപടി എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ മറ്റേ പോലീസുകാർക്കൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് ഞാനല്ലെന്ന് വേറെ ആൾക്കാർ ടാഗ് ചെയ്താ.
ഞാൻ ആദ്യമായിട്ടാണ് ഭയങ്കര ഞങ്ങള് മറ്റേ പറയല്ലേ ചാൾസ് ശോഭരാജ് ധൈര്യം കണ്ടപ്പോൾ എന്തായാലും പോലീസുകാർക്കൊക്കെ ടാഗ് ചെയ്തിട്ട് അവിടുന്ന് സൈബറിൽ നിന്നൊക്കെ ഫോർവേഡ് ചെയ്ത് സാർ അതെ മനോരമ ഓൺലൈൻ ന്യൂസ് ഉണ്ട്, അവരാണ് അങ്ങോട്ട് ടാഗ് ചെയ്തത്. എടി ഇതാ ഞാൻ പറഞ്ഞത്, MVD ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കാര്യം എവിടുന്നേക്കും ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ ഒരു ടാഗ് വന്നപ്പോഴത്തേക്കിന് അവരിത്രത്തോളം ശ്രദ്ധിക്കപ്പെടുകയും നേരെ വിളിച്ച് സ്പോട്ടിൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തടേ, വളരെ അടിപൊളി. പക്ഷേ ഏമാന്മാരെ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ലൗലിക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഫൈലിലെ ചേച്ചി ലോയറാണ്. ആ ചേച്ചി 2 ദിവസം മുന്നേ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ KSRTCയെ കുറിച്ചിട്ടുള്ളതായിരുന്നു. ആ ഒരു വീഡിയോ ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്യാവേ. KSRTC ബസ്സിന്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. മഴക്കാലമാണ് വരാൻ പോകുന്നത്. ഇങ്ങനെ പ്രോപ്പർ ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തും. പ്രൈവറ്റ് ബസ്സുകൾക്ക് പിഴ ഈടാക്കുവാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന എഫേർട്ട് ഈ KSRTCയിൽ ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും. ഏമാന്മാർ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കാണുമല്ലോ. ഈ ഒരു വീഡിയോ മാത്രമല്ല, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള നിരവധി വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു ചേച്ചി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് 1-2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ആൻഡ് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ആ ഒരു KSRTCയുടെ നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റും. അപ്പം ഈ ഒരു കേസിൽ നിങ്ങൾ എന്ത് നടപടിയാണ് നിങ്ങൾ MVDയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? ഞാൻ സ്കൂട്ടർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നടു റോഡിലോട്ട് വണ്ടി ഓടിക്കുന്ന സമയത്തേക്കാണെങ്കിൽ KSRTCയുടെ ഭാഗത്തു നിന്നുള്ള റാഷ് ഡ്രൈവിംഗ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ പോലെ ഉള്ള പല ആളുകളും അനുഭവിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പം ഇപ്പം മഴക്കാലമാണ്, നല്ല മഴയൊക്കെ ഉള്ളൊരു ടൈമാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവർ ഒരു ബ്രേക്ക് ലൈറ്റ് പോലും ഇല്ലാതെ വാഹനങ്ങൾ ഈ ബസ്സുകളാണെങ്കിൽ നടു റോഡിലൂടെ ഓടിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പം എന്നെ പോലുള്ള ഓരോ സാധാരണക്കാരൻ്റെയും ജീവൻ അപകടത്തിലാക്കുന്ന ഒരു പ്രശ്നമാണ്, ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഈ ഒരു കേസിൽ നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? ഇതെന്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല? എന്തുകൊണ്ട് സഞ്ജു ടെക്കിയുടെ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു? അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വന്നിട്ടുള്ള ഇതേ പേജസിൽ നിന്നും ഈ ചേച്ചി ഇട്ടിട്ടുള്ള ഇതേ KSRTCയുടെ വീഡിയോ ഷെയർ ചെയ്ത് വരാത്തത് കൊണ്ടാണോ നിങ്ങളിത് ശ്രദ്ധിക്കാത്തത്, നിങ്ങൾ ആക്ഷൻ എടുക്കാത്തത്? അതോ ഇത് സർക്കാരിൻ്റെ വാഹനമായതുകൊണ്ടാണോ നിങ്ങൾ ഇതിനകത്തൊന്നും ആക്ഷൻ എടുക്കാത്തത്? സാധാരണക്കാരനൊരു നിയമം, ബാക്കിയുള്ളവർക്ക് മറ്റൊരു നിയമം. ഇതെന്ത് നടപടിയാണ്? ഇതൊരിക്കലും നീതിപരമായിട്ടുള്ളൊരു കാര്യമല്ല. കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്യണതാണ്. പക്ഷെ സാറേ ഞാൻ ചോദിക്കട്ടെ, നിയമപരമായിട്ട് സീനാണ്. എന്തായാലും ഔദ്യോഗികമായിട്ട് സജുവിനെ ഇപ്പൊ സമ്മൺ ചെയ്യാൻ പറ്റിട്ട് പറഞ്ഞു. നമ്മളിവിടെ ചാർജുള്ള ഉദ്യോഗസ്ഥരായ കാരണം ഞങ്ങളിപ്പോ അത് ഔദ്യോഗികമായിട്ട് വന്നു പറഞ്ഞു. അപ്പൊ അച്ഛനാണ് വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ ചെന്നപ്പോ തന്നെ കാര്യം ചോദിച്ചായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ 2ാമത്തെ തവണയായിട്ട് കാണുന്നതാണല്ലോ. അത് കാരണം കാര്യം ചോദിച്ചത് സാറേ. അപ്പോഴേ നമ്മൾ ഈ ശരിക്കും വെള്ളം നിറച്ചിട്ട് പോയി കഴിഞ്ഞാൽ വല്ല അങ്ങനെ റൂൾ മറ്റേ നമ്മള് ബ്രേക്ക് ചെയ്യണ ഒരു സംഭവമാണോ? അല്ല, അതല്ല. അത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഇപ്പൊ എടുക്കാൻ പോണ നടപടികൾ നിയമപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള നടപടികൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ആദ്യം നിങ്ങളെ വിളിപ്പിച്ചിരിക്കുന്നത് എന്ത് കാര്യത്തിനാണെന്നുള്ളത് പുള്ളിക്കാരൻ വിളിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പുള്ളി ഈ പറഞ്ഞിരിക്കുന്ന രേഖകളും വാഹനത്തിന്റെ ഉടമയും വണ്ടി ഓടിച്ച ആളും ഇന്ന ദിവസം ഹാജരാകണമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഹാജരാകാൻ അവസരം നിന്നിട്ട് നിങ്ങൾക്ക് ഹാജരാകാൻ സാധിക്കില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ വണ്ടി പിടിച്ചെടുക്കല മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവുള്ളൂ. എന്റെ മോനെ, ഇതൊരു ഭയങ്കര നടപടിയായി പോയി കേട്ടോ. ഹാജരാകാൻ പറയുന്ന ദിവസം അവിടെ എത്തിയില്ലെങ്കിൽ വണ്ടി പിടിച്ചോണ്ട് പോകുന്നു. ഇതേപോലെ KSRTCക്കാരുടെ അടുത്ത് ഇതുപോലെ വല്ലതും കാണിക്കാൻ പോകാറുണ്ടോ? എൻ്റെ കണ്ണിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല, ഒരു വാർത്തയിൽ ഞാനിത് കണ്ടിട്ടില്ല. KSRTCക്കാരൻ്റെ അടുത്ത് ഇതുപോലെ റാഷ് ഡ്രൈവിംഗ് കാരണം സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ട് അവർ ഹാജരാകാത്തത് കൊണ്ട് KSRTC പിടിച്ച് നിങ്ങളുടെ സ്റ്റേഷനിൽ ഇടുന്നതായിട്ട് ഒരു വാർത്തയും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഓക്കെ, അപ്പം KSRTC ഒരുപാട് റാഷ് ഡ്രൈവിംഗ് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ KSRTC ഉണ്ടാക്കിയിട്ടും അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ഓക്കെ, പിന്നെ എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പം നിങ്ങൾ ഉദ്യോഗസ്ഥരാണെങ്കിലും എന്നോട് ക്ഷമിക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം. ഒരാളെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ ഓക്കെ, ഇന്ന ദിവസം നീ ഇന്ന പോലെ ഇവിടെ ഹാജരാവണം എന്ന് പറയുമ്പോൾ എന്തിന് ഹാജരാവണമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇന്ന വ്യക്തമായിട്ടുള്ള കാര്യം പറയാനുള്ളൊരു ഉത്തരവാദിത്തം നിങ്ങളുടെ ഭാഗത്തുനിന്നില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടു, അതുകൊണ്ട് ഇന്ന ദിവസം നിങ്ങൾ ഹാജരാവണമെന്ന് പറഞ്ഞു, നിങ്ങൾ ഹാജരായില്ലെങ്കിൽ വണ്ടി പിടിച്ചുകൊണ്ട് പോകും. അല്ല, എന്തിനാണ് ഹാജരാവാൻ പറഞ്ഞത്? അത് പറയുന്നില്ലല്ലോ. നിങ്ങളിപ്പം സഞ്ജു ടെക്കി വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, വണ്ടിയിൽ വെള്ളം നിറച്ച് പോയിട്ടുള്ളത് ഈ ട്രാഫിക് റൂൾസിന് എഗെയിൻസ്റ്റ് ആണെന്നുള്ള ചോദിക്കുമ്പം അതല്ല, നിങ്ങൾ ഹാജരാവണം. എന്തിന് ഹാജരാവണം? ആ ഒരു കാരണം നിങ്ങൾ പറയേണ്ടതല്ലേ? ആൻഡ് അപ്പം ഇത് ഞാനിപ്പം സഞ്ജു ടെക്കിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലാണെങ്കിൽ എല്ലാ ആളുകളും നെഗറ്റീവ് പറഞ്ഞ് പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സഞ്ജു ടെക്കിയോടുള്ള ആ ഒരു ഹേറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇത് നീതിപരമായിട്ടുള്ള കാര്യങ്ങളാണോ ഈ ഒരു MVDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്? നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്കൊരു നിയമം, അല്ലാത്ത ആളുകൾക്ക് മറ്റൊരു നിയമം. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നിയമം വേണ്ടുന്നത്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ?